സർ, RSS മുഖപത്രമായ ഓർഗനൈസറിൽ എമ്പുരാനെതിരെ രണ്ടാമത്തെ ലേഖനവും വന്നിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ ഖേദപ്രകടനം വേണ്ട വിധത്തിൽ ഫലിച്ചില്ല എന്നാണോ അത് നൽകുന്ന സൂചന? ഈ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, കാണേണ്ടവരെല്ലാം കണ്ടു കഴിഞ്ഞു, വായിക്കേണ്ടവരെല്ലാം വായിച്ചും കഴിഞ്ഞു. പിന്നെ റീ എഡിറ്റിങ്, എന്ത് ഖേദപ്രകടനമാണ് അല്ലേ? അതെ. ഇതിനകത്ത് ഇത് സിനിമാക്കാരുടെ വലിയൊരു കളിയാണ്. ഇത് ചില്ലറ പൈസ മുടക്കി എടുത്തതൊന്നും അല്ലല്ലോ. അതെ. വൻ തോക്കുകളുടെ കച്ചവടമാണ്. ഈ സിനിമ എന്ന് പറയുന്നത് വലിയ അധോലോകമാണ്. നല്ല കലാകാരന്മാരുടെ കേന്ദ്രമൊന്നുമല്ല, കുറേ ഗുണ്ടാ വിളയാട്ടമാണ്. ഇപ്പോൾ ദിലീപിൻ്റെ കേസൊക്കെ നമ്മൾ നോക്കിക്കേ, അവിടേക്ക് എന്താണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്? ആ കേസിൽ പിടിയിലായതൊക്കെ ഗുണ്ടകളാണ്. സംശയം എന്ത്? ഈ ഗുണ്ടകളാണ് സിനിമയെ നിയന്ത്രിക്കുന്നത്. ഈ മലയാള സിനിമയിലെ നായകന്മാരെന്ന് പറയുന്നവന്മാരും കുറേ ഗുണ്ടകളാണ്. ഈ നായകൻ എന്നൊക്കെ പറയുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? നടിച്ചാൽ പോരെ, ആ നടൻ എല്ലാവർക്കും നായകനാകാം. അല്ലാതെ ഇന്നർക്ക് പണ്ട് നായകന് ലക്ഷണമുണ്ട്, ധീരോദാത്തൻ, അതിപ്രതാപൻ, ഗുണവാൻ എന്നങ്ങനെ ചില ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പോയി കഴിഞ്ഞു, അതൊക്കെ മാറ്റി എഴുതേണ്ട കാലം കഴിഞ്ഞു. അപ്പം ഈ കുറേ ഗുണ്ടകൾ ചേർന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇൻഡസ്ട്രിയായി മാറിയിരിക്കുകയാണ് മലയാള സിനിമ. അത് നമ്മളിപ്പോൾ ദിലീപിൻ്റെ കേസിൽ അത് വ്യക്തമായി കണ്ടതുമാണ്. ഇപ്പോൾ ഈ സിനിമയിൽ 200 കോടിയോ 300 കോടിയോ അല്ലേ അങ്ങനെ ചിലവഴിക്കുന്നു എന്ന് പറയുന്നു. എന്താ ഗോകുലം ഗോപാലൻ നമ്മുടെ ഈ കണക്ക് കാണിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഇവർ പറയുന്നതല്ലേ. കളക്ഷനോ ഓരോ സിനിമയുടെയും കളക്ഷൻ വരുന്നുണ്ടോ പറയത്തില്ലേ? വലിയ 100 കോടിയിൽ കയറി. ഈ അടുത്ത കാലത്ത് ക്ലബ്ബാണ് സാർ, 100 കോടി ക്ലബ്ബ്, 50 കോടി ക്ലബ്ബ്, 200 കോടി ക്ലബ്ബ്, 1000 കോടി ക്ലബ്ബ്. അതെ. ഈ ഇടയ്ക്ക് മാളികപ്പുറം സിനിമ എന്താ 100 കോടി ക്ലബിലൊക്കെ കയറി എന്ന് പറഞ്ഞു. എന്താ നമ്മളൊക്കെ കൃത്യമായ കണക്ക് കാണിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഇത്ര കളക്ഷൻ നടത്തി എന്നൊക്കെ? ഇതൊക്കെ ഈ പറഞ്ഞ് പൊലിപ്പിച്ച് അതിന്റെ ദുരൂഹതയില്ലേ സാർ? ഇങ്ങനെ ഈ 100 കോടി ക്ലബ്ബിൽ കയറി എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇൻകം ടാക്സ് ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. അവർ അന്വേഷിക്കുന്നുണ്ടാകും. ഇത് 100 കോടി ക്ലബ്ബിൽ കയറുന്നു അല്ലെങ്കിൽ 1 കോടിയെ കളക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞാലും പ്രശാന്തനും വല്ല കുഴപ്പമുണ്ട്? നമുക്കൊന്നുമില്ല. ഇവിടുത്തെ സാധാരണക്കാരനെ അതൊന്നും സ്പർശിക്കുക പോലുമില്ല. പക്ഷെ ഇത് ചില ആൾക്കാർക്ക് എന്തൊക്കെയോ മറയ്ക്കാനും ഒതുക്കാനും അല്ലെങ്കിൽ വേറെ ചില അസ്വാഭാവികമായ ചില കാര്യങ്ങൾ എന്തായാലും ഈ കുറച്ച് പാവം പിടിച്ചവര് പകലന്തിയോളം വേർത്ത് പണിയെടുത്ത് കിട്ടുന്നതിലൊരു വിഹിതം മാറ്റി വെച്ചിട്ടാണ് തിയേറ്ററിൽ പോയി ഈ പുങ്കവന്മാരുടെയൊക്കെ പേക്കൂത്ത് കാണുന്നത് അല്ലേ? അങ്ങനല്ലേ ഇത് 100 കോടി ക്ലബിലൊക്കെ കയറുന്നത്. അല്ലാതെ ഇത് ശൂന്യതയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു വെക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഓർഗനൈസറിലെ ഈ രണ്ടാമത്തെ ലേഖനം അത് എമ്പുരാന് കൃത്യമായിട്ട് എമ്പുരാനിലെ വീഴ്ചകളും അതിലെ തെറ്റുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വിഷ്ണു അരവിന്ദിൻ്റെ ലേഖനമാണ്. അയാൾ JNUവിൽ പഠിക്കുന്ന ഗവേഷണം നടത്തുന്ന ഒരാളാണ്, നന്നായിട്ട് എഴുതാറുണ്ട്, മറ്റു പലയിടത്തും. ആ ലേഖനം വളരെ ഡെപ്ത് ഉള്ളതാണെന്ന് തന്നെ. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഈ മോഹൻലാലിൻ്റെ ഖേദപ്രകടനത്തെ വേണ്ട വിധത്തിൽ അത് ആരും സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഈ മോഹൻലാൽ ഇത് മുഴുവൻ എന്താ സംഭവം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലും ഒക്കെ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നുണ്ട് അല്ലേ? അതെ. ഇവരൊക്കെ ഉണ്ടല്ലോ സിനിമയുടെ ഫുൾ സ്ക്രിപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷമേ അതിലിറങ്ങത്തുള്ളൂ, അല്ലാതൊന്നും ഇറങ്ങത്തില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു തീം, പ്രധാന കഥാപാത്രങ്ങൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. അല്ല തനിക്കുള്ള പോർഷൻ ഇത് മോഹൻലാൽ അതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതെന്താ മുഴുവനായിട്ട് എനിക്കത് അറിഞ്ഞില്ല. അപ്പോൾ മറ്റേ ഇതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജിനെ ഇത് നിർത്തിയിരിക്കുകയല്ലേ, മുൾമുനയിൽ കൊണ്ടുവന്ന് നിർത്തുകയല്ലേ ചെയ്യുന്നത്. ഇതൊരു കൂട്ടായ യജ്ഞമാണ് സിനിമ എന്ന് പറയുന്നത്. എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ടെന്നുള്ളതാണ്. ഇപ്പം എന്താണ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇപ്പം നരേന്ദ്രമോദിയുടെ കാര്യം തന്നെ. നരേന്ദ്രമോദിയെ ഒരു കാലത്ത് അമേരിക്കയിലേക്ക് വിസ അനുവദിക്കാതെ മാറ്റി നിർത്തിയതല്ലേ? അതെ. ഇപ്പൊ എന്താണ്, അവിടെ കാർപ്പറ്റ് വിരിച്ച് നോക്കിയിരിക്കുകയാണ്. എപ്പോൾ വന്നാൽ മതി എന്ന് ചെന്ന് കഴിഞ്ഞാലോ സകല വിധത്തിലുള്ള പ്രോട്ടോക്കോളും ഒക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കുന്നത്. അത്തരത്തില് വലിയ അംഗീകാരം കിട്ടിയിരിക്കുകയാണ്
നമ്മുടെ പ്രധാനമന്ത്രിക്ക്. ആ പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിറ്റല്ലേ ഇക്കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്? ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ ഇപ്പം സുപ്രീം കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് കോടതി നിരീക്ഷണത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ച് സത്യം കണ്ടെത്തി ബോധിപ്പിച്ച് സുപ്രീം കോടതിക്ക് അത് ബോധ്യപ്പെട്ടു. അദ്ദേഹം നിരപരാധിയാണ്. ഇത് വെറും ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ്. ഇത് രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നതാണ്. അത് വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർക്കാനും അദ്ദേഹത്തിലൂടെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി ചെയ്തൊരു കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് അദ്ദേഹം പരിപൂർണമായിട്ടും നിരപരാധിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലീൻ ചിറ്റ് സിനിമയിൽ എന്താ അദ്ദേഹത്തിന് കൊടുക്കാഞ്ഞത് ഇവര്? അല്ല, അതാണ് അതിനകത്ത് ഈ ഒളിച്ചു കടത്തൽ എന്ന ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നത്. അതാണ് അല്ല, ക്ലീൻ ചിറ്റ് കൊടുക്കാത്തത് എന്താണ് അദ്ദേഹത്തിന് സിനിമയിൽ? അപ്പോൾ അതിന് പുറകിൽ ചില ലക്ഷ്യങ്ങളുണ്ടല്ലോ. ഉണ്ട്, വേറെ അജണ്ട ഉണ്ടെന്ന്. ഇതിനകത്ത് ഈ ചിലപ്പോൾ വിദേശ ഫണ്ടിങ് നടന്നിട്ടില്ല എന്നുള്ള എന്താ ഉറപ്പ്? രാജ്യത്തെ തകർക്കാൻ വേണ്ടി നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന പപ്പുമോൻ ഉണ്ടല്ലോ, പപ്പുമോൻ വരെ ഇതിനകത്ത് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പിന്നെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ സംശയിക്കണം. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ടാണ് പോകുന്നത്, അല്ലാതെ രാജ്യത്തെ ഗുണം പിടിപ്പിക്കാനായിട്ടല്ല പോകുന്നത്. അങ്ങനെയുള്ള വിദേശ ശക്തികളുമായിട്ട് പോലും ബന്ധം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു സിനിമയിലൂടെ തന്നെ. അല്ല, അതുകൊണ്ടാണ് ആരാധകർ നിരവധി പേർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതെ, ഈ പിന്നെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ തന്നെയല്ലേ ഈ ചിത്രം ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം ഒരാൾക്ക് ചോദ്യം ചെയ്യുക മാത്രമല്ല, അതിന്റെ വിശ്വാസ്യതയെ സമ്പൂർണ്ണമായിട്ട് തകർത്ത് കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇപ്പൊ പലരും പറയും സിനിമയാണ്, നിങ്ങളത് ജീവിതവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട. പക്ഷെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റിയെടുത്ത് വെക്കുന്ന ഒന്നാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമയായാലും നോവലായാലും കഥയായാലും കവിതയായാലും അല്ലേ? എവിടെയാണെങ്കിലും മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇതെല്ലാം പോകുന്നത്. പിന്നെ പണ്ട് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവല്, അതിനെക്കുറിച്ച് MP പോൾ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ്, അതിൻ്റെ വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന്. ഇത് ഇപ്പോൾ പുതിയ കാലത്തിൽ ഉള്ള ഒരു വേറൊരു രൂപമാണ്, കലാരൂപമാണ് സിനിമ. അത് വളരെ ജനകീയമാണ്. അപ്പോൾ അതിലൂടെ ഇത് ആവിഷ്കരിക്കുമ്പോൾ ഒരു 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 ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നു, അതിലുള്ള വിശ്വാസ്യത തകർക്കുന്നു. എന്തിന്? ഇവിടെ പിന്നെ കുറേ മതതീവ്രവാദികളുണ്ട്, അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും രാജ്യത്ത് മതതീവ്രവാദവും മതവിദ്വേഷ പ്രചാരണവുമാണ് ഇവരൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ്. അത് രാജ്യത്തിന് വലിയ അപകടമാണ്. അതെ. ഇവ ഞാൻ ചോദിച്ചിട്ടെ, ഇറാനിലായിരുന്നെങ്കിലുണ്ടല്ലോ ഇവരുടെയൊക്കെ കയ്യും കാലും വെട്ടി അറിഞ്ഞ് തള്ളുമായിരുന്നു. ഇറാനിൽ ഒരു സിനിമ എത്ര പ്രാവശ്യം സെൻസറിങ് കഴിയുമെന്ന് അറിയാമോ? എത്ര പേര് വീട്ടുതടങ്കിൽ, സംവിധായകർ വീട്ടുതടങ്കൽ കഴിയുന്നുണ്ട്. ഒരു സംവിധായകൻ 10-15 വർഷം വീട്ടുതടങ്കലിലാക്കിയിട്ടുണ്ട്. 15 വർഷം ഒരാളെ വീട്ടുതടങ്കലിലാക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇറാനിലൊക്കെ ചെല്ലണം ഇവരെ. ഇവിടെ എന്നിട്ടാണ് ഇവിടുത്തെ കുറെ പിന്നെ CPM-കാർ പറഞ്ഞു നടക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കാറില്ല. ഈ സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള കാര്യം. മതസ്വാതന്ത്ര്യമില്ല, ഭക്ഷണ സ്വാതന്ത്ര്യമില്ല, വസ്ത്ര സ്വാതന്ത്ര്യമില്ല, മണ്ണാങ്കട്ട എന്നൊക്കെയാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവരാണ് രാജ്യത്തെ തകർക്കുന്ന ഇത്തരത്തിലുള്ള ശക്തികളുമായി കൂട്ടുചേർന്ന് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒന്നായി സിനിമ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഓർഗനൈസറിലെ ലേഖനം വിരൽ ചൂണ്ടുന്നത്, ഇപ്പോൾ BJP-യിലെ ചില സംസ്ഥാന നേതാക്കളൊക്കെ സിനിമയായി കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നെങ്കിലും ഈ രാജ്യസ്നേഹികളുടെ, ദേശാഭിമാനികളുടെ വികാരം കൃത്യമായി ഉൾക്കൊണ്ടിരിക്കുന്നു ഓർഗനൈസർ അടക്കമുള്ള മാധ്യമങ്ങൾ. പ്രത്യേകിച്ചും ഈ ഓർഗനൈസർ RSSൻ്റെ മുഖപത്രമാണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഇത്തരത്തിലൊരു ലേഖനം വരണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ വികാരം മനസ്സിലായി എന്നുള്ളതാണ്. അത് വളരെ സത്യസന്ധമായിട്ട് പ്രകടിപ്പിക്കാൻ അവർ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്, തയ്യാറായി എന്നുള്ളതാണ് ഞാനതിൽ കാണുന്ന മേന്മ. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഈ തരത്തിൽ പോവുകയാണെങ്കിൽ എമ്പുരാൻ നിരോധിക്കപ്പെടുമോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. മോഹൻലാൽ ഇപ്പോൾ RSSന്റെ കാര്യാലയങ്ങൾ കയറി ഇറങ്ങുകയാണ് കേട്ടോ. അതുകൊണ്ട് കാര്യമില്ല സാർ. RSSകാരെ സംബന്ധിച്ച് അവർക്ക് ഈ ജനങ്ങളുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല.
അവർ വ്യക്തിപരമായിട്ടൊക്കെ ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തേക്കാം. അല്ലെങ്കിൽ ഇവര് കരുതിയത് RSS ഒക്കെ എന്ന് പറയുന്നത് RSSനെ എന്ത് ചീത്ത പറഞ്ഞാലും RSS പ്രതികരിക്കാറില്ല. അതെ. പക്ഷേ ഇത് രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെയും പരമാധികാരത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിയെ ചോദ്യം ചെയ്യുന്ന, രാജ്യത്തിന്റെ വ്യവസ്ഥയെ, ഭരണവ്യവസ്ഥയെ, ഭരണകൂടത്തെ ഒക്കെ അപമാനിക്കുന്ന, ഈ കലാപം നടത്തിയാണ് അധികാരത്തിൽ കയറി ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ നമ്മുടെ ഈ ഭരണത്തിൽ ഏറിയത് കലാപം നടത്തി അതിൻ്റെ നേട്ടം കൊയ്താണ് എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ ജനാധിപത്യത്തെയൊക്കെ എന്തുമാത്രം അവഹേളിക്കുകയാണ്. ഈ വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ മണ്ടന്മാരാണ്. അവരൊന്നും വെറുതെ എല്ലാവരും ഏതെങ്കിലും ഒരു വർഗീയ അജണ്ടയുടെ പുറത്തൊന്നും അല്ല വോട്ട് ചെയ്യുന്നത്. നമ്മളൊന്ന് നോക്കൂ, 10 വർഷം മുമ്പ് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം എവിടെ നിന്നു? എത്രായിരം കിലോമീറ്ററുകളാണ് നമുക്ക് നാഷണൽ ഹൈവേ ഉണ്ടായിരുന്നത്. ഇന്ന് അത് എത്ര നിൽക്കുന്നു? അതുപോലെ എല്ലാ രംഗത്തും എന്ത് വളർച്ചയുണ്ടായി? ഇതൊക്കെ നമ്മൾ കാണേണ്ടതല്ലേ? ഇതൊന്നും കാണാതെ വളരെ ഏകപക്ഷീയമായിട്ട്, അതും ചില ഭീകരവാദ സംഘടനകളെ വെള്ളപൂശിക്കൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞാൽ, ഇത്തരത്തിലൊരു സിനിമ എടുത്താൽ, ഇത്തരത്തിൽ ചില സന്ദേശങ്ങൾ കൊടുത്താൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ മാത്രം മണ്ടന്മാരോ രാജ്യവിരുദ്ധരോ ഒന്നുമല്ല ഇവിടുത്തെ ജനങ്ങൾ. അവർ ഭാരതത്തെ സ്നേഹിക്കുന്നവരാണ്, ഭാരതത്തിൻ്റെ പൗരന്മാരാണ്, അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. അവർ തീർച്ചയായിട്ടും പ്രതികരിക്കും. ആ പ്രതികരണം ഏറ്റുവാങ്ങി പ്രതിഫലിപ്പിക്കാൻ ഓർഗനൈസർ പോലെയുള്ള മാധ്യമങ്ങൾ തയ്യാറായേ പറ്റൂ. അവരതാണ് ചെയ്തത്. അതുകൊണ്ട് ഇതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഓർഗനൈസർ ചെയ്തത് അവരുടെ ശരിയാണ്, അതിനകത്തൊരു തെറ്റുമില്ല. അവർ ആ വികാരം കൃത്യമായിട്ട് പ്രതിഫലിപ്പിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.